എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെൻറ്റർ ബാക്കിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതെ, ലെസ്കോവിച്ചിൻ്റെ പകരക്കാരനായിട്ടാണ് അലക്സാൻഡ്രോ കോയ്ഫിനെ സൈൻ ചെയ്തിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. അലക്സാണ്ടർ കോയ്ഫിന് 2025 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റ് ഉള്ളത്. ഈ വരുന്ന സീസണിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്തായാലും കരാർ നീട്ടാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രാൻസാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. അവിടെയുള്ള ലീഗ് 1, ലീഗ് 2 എന്നീ ലീഗുകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ഡിഫൻഡറാണ് അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ തൻ്റെ ടീമിന് വേണ്ടി 3 അസിസ്റ്റുകളും അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ മുഴുനീളം അദ്ദേഹം ഒരു റൈറ്റ് ബാക്കായാണ് കളിച്ചത്. നല്ല പ്രകടനമാണ് റൈറ്റ് ബാക്ക് പൊസിഷനിലും അദ്ദേഹം കാഴ്ചവെച്ചത്. മികച്ച രീതിയിലുള്ള ക്രോസുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ സീസണിൽ കാണാൻ സാധിച്ചു. മികച്ച രീതിയിലുള്ള ക്രിയേറ്റീവ് പിന്തുള്ള ഒരു പ്ലെയറാണ് അലക്സാണ്ടർ കോയ്ഫ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട സൈനിങ് തന്നെയാണ് ഇദ്ദേഹം. അതെ, ലെസ്കോവിച്ചിന് പകരം മികച്ച രീതിയിലുള്ള പ്രകടനം ഇദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഇദ്ദേഹത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പ്രമുഖ താരങ്ങളായ നെയ്മർ ജൂനിയർ, അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവർക്കെതിരെയെല്ലാം കളിച്ചൊരു താരം കൂടിയാണ് അലക്സാണ്ടർ കോയ്ഫ്. ഫ്രാൻസിന് വേണ്ടി ബൂട്ട് കെട്ടാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും എല്ലാ രീതിയിലുള്ള ലീഗുകളിലും അദ്ദേഹത്തിൻ്റെ ആയ സാന്നിധ്യം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും മികച്ചു നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വരും സീസണിൽ മികച്ച രീതിയിലുള്ള പ്രകടനം വിനോസിനൊപ്പം കൂടി ചേർന്ന് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനായി, അതുപോലെ തന്നെ ഫുട്ബോൾ ന്യൂസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സൈനിങ് ഓഫ് ഫുട്ബോൾ ന്യൂസ് ബൈ ഇർഷാദ്.